അഞ്ചാം സീസൺ ISLന്റെ രണ്ടാം പകുതിയിൽ സമനില തെറ്റാതെ തുടങ്ങി കേരള ബ്ലാസ്റ്റേഴ്സ്. കൊച്ചിയിൽ ATKക്കെതിരെ നടന്ന മത്സരത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് സമനിലയിൽ കുടുങ്ങിയത്. നിശ്ചിത സമയം അവസാനിക്കുമ്പോൾ ഇരു ടീമും ഓരോ ഗോൾ വീതം സ്കോർ ചെയ്തു. പിന്നിലായതിനു ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സമനില പിടിച്ചുവാങ്ങിയത്. 85-ാം മിനിറ്റിൽ ലഡു ഗാഡിയ ATKക്കായി ഗോൾ നേടിയപ്പോൾ 88-ാം മിനിറ്റിലായിരുന്നു പോപ്ലാൻഡിക്കിന്റെ തകർപ്പൻ ഹെഡറിലൂടെ സമനില കണ്ടെത്തിയത്. ജനുവരി 31-ാം തീയതി ഡൽഹി ഡൈനാമോസിനെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം. ബ്ലാസ്റ്റേഴ്സിന്റെ ടച്ചോടെ ആരംഭിച്ച മത്സരത്തിന്റെ ആദ്യ മുന്നേറ്റവും ATKയുടെ വകയായിരുന്നു. ആദ്യ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം ലക്ഷ്യത്തിലെത്തിക്കുന്നതിൽ ബ്ലാസ്റ്റേഴ്സിന് പിഴച്ചു. എങ്കിൽ കളിയുടെ 42-ാം മിനിറ്റിൽ ATK കേരളത്തെ ഒന്ന് വിറപ്പിച്ചു. ബോക്സിന് തൊട്ടുവെളിയിൽ നിന്നും സൂപ്പർ താരം എഡുഗാഡിയ തൊടുത്ത ബുള്ളറ്റ് ഷോട്ടിൽ നിന്നും ഗോൾ കീപ്പർ ധീരജ് സിംഗ് മനോഹരമായ സേവിലൂടെ രക്ഷപ്പെടുത്തി. കളിയുടെ 60-ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന് മത്സരത്തിലെ ഏറ്റവും മികച്ച ഗോളവസരം. ബോക്സിനകത്തേക്ക് കുതിച്ചെത്തിയ ലിൻഡുങ്ങൽ നൽകിയ എണ്ണം പറഞ്ഞ ക്രോസിൽ നിന്നും അനായാസം ഗോൾ വല കൊടുക്കാൻ സ്റ്റൈനോവിച്ചിന് കഴിയുമായിരുന്നെങ്കിലും താരത്തിന്റെ ഷോട്ട് ക്രോസ് ബാറിന് മുകളിലൂടെ പുറത്തേക്ക് പോയി. നിരവധി സുവർണാവസരങ്ങൾ ലഭിച്ചെങ്കിലും ഷോട്ടുകൾ ലക്ഷ്യത്തിലെത്തിക്കുന്നതിൽ താരത്തിന് പിഴച്ചു. കളിയുടെ രണ്ടാം പകുതിയിൽ കേരളം തുടർച്ചയായി ആക്രമിച്ച് കളിച്ചെങ്കിലും കിട്ടിയ അവസരങ്ങളെല്ലാം പാഴാക്കി കളയുകയായിരുന്നു. കളിയുടെ 84-ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് താരം ലാലു താര ബോക്സിന് വെളിയിൽ എതിർ താരത്തിനെതിരെ നടത്തിയ ഫൗളിൽ കേരളത്തിനെതിരെ റഫറി ഫ്രീ കിക്ക് വിധിച്ചു. കിക്കെടുത്ത സൂപ്പർ താരം എഡുഗാഡിയ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ കോട്ടയെയും ധീരജ് സിംഗിനെയും സമർത്ഥമായി മറികടന്ന് പന്ത് വലയിലെത്തിച്ചു. ഇതോടെ ATK ഏതാണ്ട് വിജയമുറപ്പിച്ചു. എങ്കിൽ 3 മിനിറ്റിനുള്ളിൽ കേരളം തിരിച്ചടിച്ചു. മത്സരത്തിൽ ഉടനീളം ബ്ലാസ്റ്റേഴ്സിനായി അധ്വാനിച്ച പോപ്ലാൻഡിക്കിന്റെ ഹെഡറാണ് കേരളത്തെ മത്സരത്തിൽ ഒപ്പമെത്തിച്ചത്. സ്കോർ കേരള ബ്ലാസ്റ്റേഴ്സ് 1, ATK 1. കേരള ബ്ലാസ്റ്റേഴ്സും ATKയും തമ്മിലുള്ള മത്സരത്തിൽ ഏറ്റവും മികച്ച അവസരങ്ങൾ ലഭിച്ചത് ബ്ലാസ്റ്റേഴ്സിന് തന്നെയായിരുന്നു. എങ്കിൽ അത് ലക്ഷ്യത്തിലെത്തിക്കുന്നതിൽ ബ്ലാസ്റ്റേഴ്സിന് പിഴച്ചു. കൂടുതൽ കായിക വാർത്താവിശേഷങ്ങൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.